ഗായ്സ്, എത്ര ആൾക്കാർ മെമ്മറി കാർഡ് എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഞാനൊരു നല്ലൊരു ക്യാമറയും മേടിച്ചിട്ട് അതിലേക്ക് ഒരു മെമ്മറി കാർഡ് ഇടാൻ നോക്കി. ഷോപ്പിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഐഫിക്സിൻ്റെ ആണ്. അത് 64, 8, 32 ഉണ്ടായിരുന്നു. കസ്റ്റമർ വന്നപ്പോൾ 64 ഞാൻ എടുത്ത് കൊടുത്ത്, 32 ഞാനും എടുത്ത്. ആ സമയത്ത് ഇവിടെ വേറെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം പുറത്തെവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സാധനം എടുത്ത് ക്യാമറയിലിട്ട് ഫസ്റ്റ് വന്ന ഇറർ മെസ്സേജ് SD കാർഡ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കസ്റ്റമർക്ക് എടുത്തു കൊടുത്തത് 64. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ വരുന്നത് ഇത് CC ക്യാമറയിൽ ഇട്ടിട്ട് ഡിറ്റക്റ്റ് ആവുന്നില്ല, വർക്ക് ആവുന്നില്ല. ഞാൻ എടുത്ത് ലാപ്ടോപ്പിൽ ഇട്ട് നോക്കി, ഞാൻ എടുത്ത് ഫോണിൽ ഇട്ട് നോക്കി, ഡിറ്റക്റ്റ് ആവുന്നില്ല. ഇത്രയും മോശപ്പെട്ട, ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ ഒരു ബ്രാൻഡ് അത് മെമ്മറി കാർഡിൽ ഐഫിക്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് അടിച്ച് വരുന്നൊരു സാധനമാണ്. അത് മൈക്രോണിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, മൈക്രോണിൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തതിൽ മെമ്മറി കാർഡ് ബെറ്റർ എന്ന് പറയുന്നത് സാൻഡിസ്ക്, സാംസങ്, തോഷിബ, ഇത് 3 ബെറ്റർ. ഇനി ആരെങ്കിലും മെമ്മറി കാർഡ് പർച്ചേസ് ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ആക്കാൻ നിൽക്കണ്ട, അതാണ് എൻ്റെ അഭിപ്രായം. ഇത് ആ 64 കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവന്ന വർക്കാവുന്നില്ല. അതിൽ 24 ഹവർ എങ്ങാളും ഉള്ള ഫുൾട്ടേജ് ഉണ്ട്, ഡിറ്റക്റ്റ് ആവുന്നില്ല, ഫുൾട്ടേജ് പോയി. അതേപോലെ 32 എങ്ങാളിലാണ് ഇവിടെ ഇറേസ് ആയി പോയിട്ടുണ്ട്. ഇത് കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവന്നതാണ്. ഇതിൽ കസ്റ്റമറുടെ ഡാറ്റ ഉണ്ട്, ആവശ്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ, സ്പീഡില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ് എൻ്റെ ഇതാ. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ചെറിയ കട്ടിങ്സ് ആണെങ്കിൽ നമ്മളെ DJൻ്റെ മിമോ വെച്ചിട്ട് അത് നമ്മളെ ഫോണിലേക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ല, സ്പേസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, സ്പേസിൻ്റെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റീഡറിലിട്ടിട്ട് എൻ്റെ മെമ്മറി കാർഡ് ഈ റീഡറിലേക്ക് ഇടും. എൻ്റെ മെമ്മറി കാർഡ് ഈ ഒരു റീഡറിലേക്ക് ഇടും. ഇവിടെ ഉണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നത്. ഇത് 32 ആണ്. ഇന്നലെ വരെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ കോള് വന്ന് ഞാൻ ഊരിയിട്ട് പിന്നെ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച OTGൻ്റെ പ്രശ്നമാണുള്ളത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന OTG JTBൻ്റെ അടിപൊളി സാധനം. ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ ഇത്രയും കാലം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയതാണ്. വേറെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാൻ യൂസ് ആക്കിയിട്ട് വേറെ കസ്റ്റമേഴ്സ് യൂസ് ആക്കിയിട്ട് ഒന്നും മോശം അഭിപ്രായം ഇല്ലാത്തൊരു OTG ആണ് JTBൻ്റെ ഒരു OTG എന്ന് പറയുന്നത്. Lightning to USB അതിലാണ് ഞാൻ ഇതാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച OTG പോയതാണ്. ഞാൻ ടാർഗറ്റിൻ്റെ ഒരു OTG ഇട്ട് നോക്കി, ടാർഗറ്റിൻ്റെ OTGയിലും സെയിം. ഞാൻ മെമ്മറി കാർഡിന് പകരം പെൺഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കി, പെൺഡ്രൈവ് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്, ഫോണിൽ ഡിറ്റക്റ്റ് ആവുന്നുണ്ട്, ലാപ്പിൽ ഡിറ്റക്റ്റ് ആവുന്നുണ്ട്, അതേപോലെ ഇവിടെ ഷോപ്പിലുള്ള ടാബിൽ ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. എല്ലാത്തിലും ഓക്കെ. ഈ OTGക്ക് ഒരു പ്രശ്നമില്ല, മറ്റേ OTGക്ക് ഒരു പ്രശ്നമില്ല. അടിച്ചു പോയ സാധനം മെമ്മറി കാർഡ് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു കാര്യം പറയാം, ഈ DJൻ്റെ ക്യാമറ എടുത്തതിൽ എനിക്ക് ഇപ്പോൾ ഇത് നിമിഷം വരെ നെഗായിട്ട് ഒറ്റ കാര്യമേ തോന്നിയിട്ടുള്ളൂ, ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് കൊടുത്തില്ല എന്നുള്ളത്. അത് ഭയങ്കര നെഗറ്റീവാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളൊരു സെറ്റാണ്, ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാനാണെങ്കിലും ഫോട്ടോക്ക് കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അബ്ബാരെ ക്വാളിറ്റിയാണ്. എന്നിട്ട് അതിൽ നമുക്ക് എടുത്തപാടെ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഹൈ സ്പീഡുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു മെമ്മറി കാർഡ് അതിൽ ഇടണം. ഞാൻ എനിക്ക് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഷൂട്ട് എടുക്കുക അല്ലെങ്കിൽ ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് രാത്രി വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഏതെങ്കിലും പുതിയ റീസ്റ്റോക്ക് വരാൻ മതി, കാരണം ഓർഡർ കൊടുത്ത സാധനമാണ്, ഓർഡർ കൊടുത്തിട്ട് ലേറ്റ് ആയതാണ്. റീസ്റ്റോക്ക് വരാൻ മതി എന്നുള്ള ധാരണയിലാണ് ഞാൻ അത്രയും നേരം ലേറ്റാക്കി വെച്ചത്. അപ്പോഴാണ് പിറ്റേന്ന് ഞായറാഴ്ച ലീവ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ മിനിഗോ വെറ്റാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ലേറ്റാക്കി തന്നത്. ആ ടൈമിൽ എനിക്കിവിടെ സ്റ്റോക്ക് 8ഉം 32 ആയിരുന്നു. അതിൻ്റെ മുമ്പ് ഞാൻ 64 കൊടുത്തു പോയിട്ടുണ്ട്. 32 എടുത്ത് 64 എനിക്ക് റിട്ടേൺ വന്ന് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇന്നലെ ഇത് അടിച്ചു പോയത്. ചിന്തിച്ച് നോക്കി എത്ര ഡാറ്റാസ് ഉണ്ട് അതിലറിയോ. ഞാനിവിടുന്ന് ഇത് പുതിയ ഷോപ്പാണ്, ഒന്നാമത് ഇത് പുതിയ ഷോപ്പാണ്. അപ്പോൾ വർക്ക് കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും വരണമെന്നില്ല, വരുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന കട്ടിങ്സ് ഒക്കെ അതിലുള്ളത് ഒക്കെ മിസ്സായി, ഒക്കെ പോയി. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ക്യാമറയിൽ ഇട്ടിട്ട് ഡിറ്റക്റ്റ് ആവുന്നില്ല. എനിക്ക് ഫോണിൽ ഡിറ്റക്റ്റ് ആവണ്ട, ലാപ്പിൽ ഡിറ്റക്റ്റ് ആവണ്ട, ക്യാമറയിൽ ഇട്ടിട്ടെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ ഞാൻ മിമോ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സ്പേസ് ആക്കി ഡൗൺലോഡ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാനും സാധനം പോരാ. പക്കയായിട്ട് ഞാൻ പറയുകയാണ്, ഐഫിക്സിൻ്റെ മെമ്മറി കാർഡ് എടുക്കാൻ പോകുന്നവർ എടുക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ഇനി അഥവാ മെമ്മറി കാർഡ് എടുക്കാൻ പോവാന്നുണ്ടെങ്കിൽ സാംസങ് തോഷിബ സാൻഡിസ്ക് ഇത്ര മാത്രം എടുത്തോളി. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രാൻഡാണ്. അത് ഇനി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല സ്പീഡ് ഉള്ളതാണോ എന്നുള്ളത് നോക്കുക. അതേപോലെ അത്യാവശ്യം GB ഉള്ള 128 എങ്കിലും മിനിമം എടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ CC ക്യാമറയിലൊക്കെ എടുക്കുന്നവരൊക്കെയാണ് 64, 32 ഒക്കെ എടുത്ത് പോകുന്നവരുണ്ട്. എന്തിന് പൈസ കുറവുള്ള ഏതാ നോക്കി പോകുന്നവർ. എന്താവശ്യത്തിന് പിന്നെ എന്തിനാണ് CC ക്യാമറ വെക്കുന്നത്? ഒന്നെങ്കിൽ എടുക്കുമ്പോൾ 128, 256, ഇനി അതും അല്ലെങ്കിൽ 512 മേടിക്കും. ഇത്രേ പറയാനുള്ളൂ. അത്രയും ഡാറ്റ സീലുണ്ട്. 180 വീഡിയോ, 180 ഡിഗ്രിയിലെടുത്തൊരു വീഡിയോ, 90 ഡിഗ്രിയിലെടുത്തൊരു വീഡിയോ. അത് കൂടാണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യുന്ന കുറച്ച് കട്ടിങ്സ് വീഡിയോസ്, അതല്ലാണ്ട് ഇവിടെ വർക്ക് എടുക്കുന്നതിൻ്റെ ഓരോരോ വീഡിയോസ് കാര്യങ്ങൾ. ഐഫിക്സിൻ്റെ ഈ ഒരു സാധനത്തിൽ ഐഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇറക്കുന്നതിൽ മെമ്മറി കാർഡ് മാത്രമാണ് എനിക്കധികം നെഗറ്റീവായിട്ട് തോന്നിയത്. ബയോക്സിൻ്റെ ഒരു സാധനമുണ്ട്. ബയോക്സിൻ്റെ ഒരു സാധനമൊന്നുമല്ല, കുറേ സാധനങ്ങളുണ്ട്. ചാർജർ, ഡിസ്പ്ലേ, കേബിള്, എന്തൊക്കെ ഉണ്ട്. അതേപോലെ മൈക്ക്, അതേപോലെ കാർ ഹോൾഡർ, ബൈക്ക് ഹോൾഡർ, കുറേ സാധനങ്ങളുണ്ട് ബയോക്സിൻ്റെ. ഒന്നിനും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. കാരണം അത്രയും ക്വാളിറ്റിയിലാണ് ബയോക്സ് ഇറക്കുന്നത്. അത് ഐഫിക്സിൻ്റെ തന്നെയാണ് ബയോക്സ് എന്ന് പറയുന്നത്. പക്ഷേ നെഗറ്റീവായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ഐഫിക്സിൻ്റെ മെമ്മറി കാർഡ്. കൊണ്ടുപോയ കസ്റ്റമറൊക്കെ മോശം അഭിപ്രായം പറഞ്ഞതെന്നല്ലാണ്ട് നല്ലതൊരാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഐഫിക്സിൻ്റെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് പേരുദോഷം വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിക്ക് നെഗറ്റീവ് വരണമെങ്കിൽ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടായാൽ മതി. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ സെറ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതേ ഉള്ളൂ. മെമ്മറി കാർഡ് വാങ്ങാൻ നിൽക്കുന്നവർ, ക്യാമറ യൂസ് ചെയ്യുന്നവർ, ഫോണിൽ മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യുന്നവർ, അങ്ങനത്തെവരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കും. എല്ലാവരും അറിയട്ടെ. ഇനിയെങ്കിലും വാങ്ങുന്നവരൊന്ന് ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം പൈസ കുറവുള്ളത് നോക്കി വാങ്ങാണ്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും നല്ല സാധനം മേടിക്കാൻ നോക്കുക. അത്യാവശ്യം നല്ല സ്പീഡുള്ളത്, നല്ല ബ്രാൻഡിൻ്റെത്, അങ്ങനെ എന്തെങ്കിലും നോക്കി മേടിക്കും. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നേ വരെ കസ്റ്റമർ വരുന്നത്